കോമ്രേഡ്. രചന ഏക. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഇലക്ഷൻ ദിനം. അശ്വിൻ നേരത്തെ തന്നെ കോളേജിലെത്തിച്ചേർന്നു. അച്ചായനും കാർത്തിയും ശ്യാമെത്താൻ പിന്നെയും താമസിച്ചു. ഓരോ വിദ്യാർത്ഥികളായി എത്തി തുടങ്ങിയപ്പോഴേക്കും കോളേജിൽ ഇലക്ഷന് വേണ്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരുന്നു. എല്ലാ വർഷവും ഇലക്ഷൻ നടക്കുന്ന അന്ന് കോളേജിൽ നല്ല തല്ലുണ്ടാവാറുണ്ട്, ഫോർ ഫൈറ്റേഴ്സും പാണ്ഡവാസും തമ്മിൽ. പക്ഷെ അവർ സസ്പെൻഷൻ ആയതുകൊണ്ട് ഈ ദിവസം ശാന്തമായി കടന്നുപോകുന്നത് തന്നെയാണ് എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ. വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ നടന്ന സംഭവത്തിൽ സകല വിദ്യാർത്ഥികളും പാണ്ഡവാസിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അശ്വിനും പാത്തും വിജയിക്കുമെന്ന് നിസ്സംശയം പറയാൻ പറ്റും. ഇലക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാണ് ശിവ എത്തിയത്. അവൾ ഒറ്റയ്ക്ക് വരുന്നുണ്ട്. എല്ലാവരും പാത്തുവിനെ അന്വേഷിച്ചു. അവൾ വിളിച്ചിട്ട് കിട്ടിയില്ല, നേരത്തെ എത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു എന്ന ശിവയുടെ മറുപടി എല്ലാവർക്കും നിരാശ തോന്നി. അശ്വിൻ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് എന്ന് തന്നെയായിരുന്നു കേട്ടത്. അശ്വിൻ്റെ കയ്യിൽ അവളുടെ ഉപ്പച്ചിയുടെ നമ്പരുണ്ട്, പക്ഷെ അതിൽ വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു. ഇതിപ്പോൾ എന്ത് പണിയാ കാന്താരി കാണിച്ച്? സ്ഥാനാർത്ഥിയാണെന്ന വല്ല വിചാരം ആ പെണ്ണിനുണ്ടോ? ശ്യാമ് നീരസത്തോടെ പറഞ്ഞു. അത്രയ്ക്ക് വല്ല പ്രോബ്ലം ഒന്നാണോടാ, അല്ലാതെ അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യൂല. അല്ലെങ്കിൽ ഇവിടെ ആകെ ഓടിച്ചാടി നടക്കുന്നുണ്ടാവും. അച്ചായൻ അവൾ അനുകൂലിച്ച് സംസാരിച്ചു. അത് തന്നെ, നമ്മുടെ പാത്തുമാൻ നമുക്ക് അറിഞ്ഞൂടെ? കാർത്തി അവനോടൊപ്പം ചേർന്നു. എന്തായാലും വൈകുന്നേരം അവിടെ വീട് വരെ ഒന്ന് പോവാം. എന്താണെന്നപ്പം അറിയാലോ, കാണാത്തോണ്ട് മനസ്സിന് സുഖമില്ല. അശ്വിൻ സങ്കടത്തോടെ പറഞ്ഞു. ഇലക്ഷൻ നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. എല്ലാ തിരക്കും കഴിഞ്ഞ് നേരെ ഒരുപാട് വൈകിയാണ് അശ്വിനും കൂട്ടരും വീടണഞ്ഞത്. നേരം ഒരുപാട് വൈകിയതുകൊണ്ട് പാത്തുവിൻ്റെ വീട്ടിൽ പോകുന്ന കാര്യം അവരുപേക്ഷിച്ചു. അശ്വിൻ ഒരുപാട് തവണ അവളെ വിളിച്ചു നോക്കി. കിട്ടാത്തതിൻ്റെ നിരാശ അവന് നല്ലവണ്ണം ഉണ്ട്. ഇങ്ങനെ ആദ്യമായിട്ടാണ് അവളോടൊന്നും മിണ്ടാതെ, അവളെ ഒന്നും കാണാതെയില്ല. ആ കാന്താരി കുസൃതിയും കുറുമ്പും കാണിച്ച് ഹൃദയത്തിൽ തന്നെ കയറി കൂടിയിട്ടുണ്ട്. അവളെ ആലോചിച്ചപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. എത്ര കിടന്നിട്ട് ഉറക്കം വരാതെ അവൻ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു. അവളുടെ പുഞ്ചിരിക്കുന്ന മുഖം മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. അവൻ വീണ്ടും ഫോണെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഒന്നുകൂടി വിളിച്ചു. പതിവ് പല്ലവി തന്നെ. അവൻ നിരാശയോടെ ഉമ്മറപ്പടിയിലിരുന്നു. എന്തു പറ്റി മോളെ നിനക്ക്? നിന്റെ സ്വരം ഒന്ന് കേട്ടാൽ മതി. നിനക്കെന്നെ വിളിക്കണം തോന്നില്ലേ? അവൻ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. നീ ഇത്രമാത്രം എൻ്റെ മനസ്സിൽ വേരൂന്നിയത് ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ. അവളെ ഓർത്തപ്പോൾ അവൻ്റെ കണ്ണിൽ നനവ് പടർന്നു. കണ്ണീര് തന്നെ വെറുപ്പാണെന്ന് പറഞ്ഞ് ആ ഫാക്ടറി വാങ്ങിയപ്പോൾ അസുഖം എനിക്കും പകർന്നു ദൈവേ. അവനൊരു ചിരിയാലെ ശിവയെ ഓർത്തു. പിന്നെ കുറച്ചേരം ശിവയുമായി സംസാരിച്ചിട്ടാണ് അവൻ കിടന്ന്. രാവിലെ എല്ലാവരും നേരത്തെ തന്നെ കോളേജിലെത്തി. ഇന്നാണ് റിസൾട്ട് അറിയുന്നത്. എല്ലാവരും ആകാംക്ഷയോടെ ഫലം കാത്തിരുന്നു. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഫലങ്ങൾ പുറത്തു വന്നു. വമ്പിച്ച ഭൂരിപക്ഷത്തോടെ സഖാവും പെങ്ങളും വിജയിച്ചിരിക്കുന്നു. ആഘോഷങ്ങൾ തുടങ്ങാൻ നിൽക്കുമ്പോഴാണ് എല്ലാവരും ആ കാര്യം ഓർത്ത്. പാത്തുയുടെ ഇവിടെ ഈ ആഘോഷത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ആളല്ലേ? അവരോട് പരിപാടി തുടങ്ങാൻ പറഞ്ഞ് അശ്വിനും അച്ചായനും അവളെ തേടി പുറപ്പെട്ടു. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു സിറ്റ് ഔട്ടിൽ എന്തോ ചിന്തയിലാണ്ടിരിക്കുന്ന പാത്തുവിൻ്റെ ഉപ്പയെ. അച്ചായനെയും അശ്വിനെയും കണ്ടതും അദ്ദേഹം ഒന്ന് ചിരിച്ചു. കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവരോട് പുഞ്ചിരിയോട് അകത്തേക്ക് കയറാൻ പറഞ്ഞു. ഇല്ലപ്പാ, പോയിട്ട് ധൃതിയുണ്ട്. അവളുടെ പാത്തു 2 ദിവസമായിട്ട് ആളെക്കുറിച്ചൊരു വിവരമില്ലല്ലോ. അശ്വിൻ പുറത്തുനിന്ന് തന്നെ കാര്യം ചോദിച്ചു. അപ്പം അവള് നിങ്ങളെ വിളിച്ചില്ലേ? ഞാനും പറയാൻ വിട്ടുപോയി. എൻ്റെ പെങ്ങള്, അവളുടെ മാമി 2 ദിവസമായിട്ട് സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു. അവളുടെ അടുത്തേക്ക് പോയതാ. പെട്ടെന്നായതുകൊണ്ടാവാം നിങ്ങളോട് പറയാണ്ടിരുന്നു. അവളുടെ ഫോണും കേടാ. ഈ സമയത്ത് അവളെന്തിനാ അവിടേക്ക് വിട്ട്? അവിടേക്ക് വേറെ ആരും കിട്ടിയില്ലേ? അച്ചായൻ സംശയത്തോടെ ചോദിച്ചു. അവൾക്ക് നിർബന്ധമായിരുന്നു പോവാൻ, അതാ പറഞ്ഞു വിട്ട്. അവളുടെ ഒപ്പം ഒരു ഒഴുക്കം മട്ടി പറഞ്ഞു. ഈ ക്ലാസ് ഇലക്ഷനൊക്കെയുള്ള സമയത്താണോ അവൾ പറയാതെ പോയത്? അശ്വിൻ്റെ ശബ്ദത്തിൽ അവൾ പോയതിലുള്ള ദേഷ്യവും അവളെ കാണാത്തയുള്ള നിരാശയും നെളിവിച്ച്. അവളുടെ ഫോണ് കേടാണ്, അതുകൊണ്ടാവും വിളിക്കാത്തത്. അയാൾ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൾക്കിട്ട് നമ്പർ വല്ലതും ഉണ്ടോ? അച്ചായൻ ചോദിച്ചു. അയ്യോ, അവിടെ ഇപ്പം ആരും ഇല്ലല്ലോ. അവളോട് ഞാൻ നിങ്ങളെ വിളിക്കാൻ പറയാം. അയാൾ വീണ്ടും പറഞ്ഞു. എന്നാൽ അവളോട് എന്തായാലും വിളിക്കാൻ പറയണം. ഇലക്ഷനിൽ ജയിച്ച കാര്യം അവൾ അറിയിക്കണം. എത്രയും പെട്ടെന്ന് വരാൻ പറയണം. അശ്വിൻ അതും പറഞ്ഞ് അവരോട് യാത്ര പറഞ്ഞിറങ്ങി. അച്ചായനും അവൻ്റെ പുറകെ വെച്ച് പിടിച്ചു. യാത്രയിലുടനീളം രണ്ടുപേർക്കും മൗനം തന്നെയായിരുന്നു. അവൾ അവർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് ഈ 2 ദിവസം കൊണ്ട് അവർക്ക് മനസ്സിലായി. ഓടിച്ചാടി നടന്ന് എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റിയ ആ കാന്താരി. നിനക്കെന്തെങ്കിലും പന്തിയിട്ട് തോന്നി അച്ചു? കുറച്ച് സമയത്ത് നിശബ്ദതയ്ക്ക് ശേഷം അച്ചായൻ ചോദിച്ചു. എന്തൊക്കെയോ പൊരുത്തക്കേടുണ്ട്, അതെനിക്കും തോന്നി. അവളുടെ ഉപ്പ പറയുന്നത് അത്ര കറക്റ്റ് ആവുന്നില്ല. നമ്മുടെ പാത്തുവിനെ നമുക്കറിയില്ലേ. ഈ 2 ദിവസം അവൾ ഒരിക്കലും നമ്മൾ വിളിക്കാണ്ടിരിക്കില്ല. അല്ലെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണും. നോക്കാം എവിടെ വരെ പോകുമെന്ന്. അശ്വിൻ പറയുന്നതിനോട് അച്ചായനെ യോജിച്ചു. അവളില്ലാതെ നിരാശയോടെ വരുന്ന അച്ചായനെ അശ്വിനെയും എല്ലാവരും നോക്കി.
അവളില്ലെങ്കിൽ ആഘോഷങ്ങളൊന്നും ഒരു കുറവ് വരുത്തേണ്ടെന്ന് അശ്വിൻ തന്നെയാണ് പറഞ്ഞത്. തങ്ങളെ വിജയിപ്പിച്ചവർക്ക് എന്തിനാണ് വെറുതെ ഒരു നിരാശ നൽകുന്നത്? അവളില്ലാത്തതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾക്കൊന്നും ഒരു പൂർണ്ണതയുണ്ടായില്ല. എല്ലാവരും അവൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. വൈകിട്ട് വീട്ടിലേക്ക് തിരിയുന്ന വളവിൽ തന്നെ കാത്തിരിക്കുന്ന ആളെ കണ്ട് അശ്വിൻ അത്ഭുതത്തോടെ നോക്കി. സാറ് ഒരുപാട് നേരമായോ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? തലയിലെ ഹെൽമെറ്റ് ഊരിക്കൊണ്ട് അവൻ സാറിനോട് ചോദിച്ചു. ഇല്ല, ഇപ്പോൾ വന്നേ ഉള്ളൂ. സാറ് പുൻസിരിയോടെ അവന് മറുപടി നൽകി. എങ്കിൽ ഇവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് പോവാം. അശ്വിൻ ഒരു പുൻസിരിയോടെ സാറിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഞാൻ മനഃപൂർവ്വം നിന്റെ വീട്ടിലേക്ക് പോവാതിരുന്നാ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, സാർ അവനെ നോക്കി പറഞ്ഞു. ബൈക്ക് സ്റ്റാൻഡിൽ നിർത്തി അവൻ സാറിന് അരികിലേക്ക് നടന്നു. ഒരു സംശയത്തോടെ അയാളെ നോക്കി. തനി ശാന്തനാണ് സാറ്. ഉള്ളിൽ എത്ര കടലിരുമ്പിയാലും പുറത്തത് ഒരിക്കലും ആരും അറിഞ്ഞിട്ടില്ല. എല്ലാവരോടും മാന്യമായ പെരുമാറ്റം, ഒരു പുൻസിരിയോടെല്ലാം നേരിടുന്ന സാറ് തനിക്ക് എന്നൊരു അത്ഭുതമാണ്. എൻ്റെ പാത്തൂന് നന്നായി ചെയ്തു. അവളെപ്പോലെ ഒരു കുറുമ്പ് കാട്ടുന്ന പെണ്ണിന് സാറിനേക്കാൾ യോജിച്ച ഒരാൾ വേറെയില്ല, അശ്വിൻ മനസ്സിലോർത്ത്. ഞാൻ അടുത്ത ആഴ്ച ഗൾഫിലേക്ക് പോവാ. അവിടെ ഒരു കമ്പനിയിൽ ജോലി ശരിയായിട്ടുണ്ട്. ഇവിടുന്ന് ഒരു മാറ്റം അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പോകാൻ തീരുമാനിച്ചത്, സാറ് ശാന്തമായി പറഞ്ഞു. അശ്വിൻ അതിനൊന്നും മൂളുക മാത്രം ചെയ്തു. പാത്തു അവളെവിടെ? പഠിച്ച് കഷ്ടപ്പെട്ട് നേടിയ ജോലി പുല്ലുപോലെ വലിച്ചെറിഞ്ഞവനാ ഞാൻ. അപ്പോഴും തോന്നാത്തൊരു വിഷമമാണ്. ഇപ്പോൾ അവളെ നഷ്ടപ്പെടുമോ എന്നൊരു തോന്നൽ. അവൾ എന്നിൽ നിന്ന് അകറ്റാൻ അവളുടെ വീട്ടുകാർ ശ്രമിക്കുന്നുണ്ടെന്നൊരു സംശയം. ഷാഹുൽ സാറ് ദയനീയമായി അശ്വിനോട് പറഞ്ഞു. സാറ് പേടിക്കണ്ട, ഞങ്ങളെല്ലാവരും ഉണ്ട് കൂടെ. ആരെതിർത്താലും പാത്തുവിന് ഇഷ്ടമാണെങ്കിൽ അവളെ സാറിനെ ഏൽപ്പിക്കും ഞങ്ങൾ. ഇത് അശ്വിൻ രാഘവ് തരുന്ന വാക്കാ. സാറിനെ സമാധാനിപ്പിച്ചുകൊണ്ടാവും പറഞ്ഞയച്ചു. രാത്രി നേരെ ഒരുപാടായിട്ടും അവന് ഉറക്കം വന്നില്ല. പാത്തുവിന് എന്തു പറ്റിയെന്ന ചോദ്യം അവൻ അലട്ടിക്കൊണ്ടിരുന്നു. എവിടെയാ മോളെ നീ? എന്താ എന്നെയൊന്നും വിളിക്കാതെ? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളെ ഓർത്തിരിക്കുന്ന സമയത്താണ് ഫോൺ റിങ് ചെയ്തത്. അലസമായി ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച്. അപ്പുറത്തുനിന്നും ശബ്ദം കേട്ടതും അവൻ ചാടി എണീറ്റു. നമ്പർ പരിചിതമല്ലെങ്കിലും അവിടെ നിന്ന് വന്ന ശബ്ദം പരിചിതമാണ്. ഇക്ക. ആ ഒരൊറ്റ വിളിമതി ആളെ തിരിച്ചറിയാൻ. ഈ ലോകത്ത് തന്നെ അങ്ങനെ വിളിക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ. ഈ വിളി കേൾക്കാൻ താൻ 2 ദിവസമായി കാത്തു നിൽക്കുന്നു. തൻ്റെ പാത്തു വിളിച്ചിരിക്കുന്നത് തന്നെ. സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങി. മോളെ, നീ എവിടെയാടി? എന്തിനൊന്ന് വിളിക്കാഞ്ഞേ? അവനൊരു പരാതിയോടെ പറഞ്ഞു. ഇക്ക. വീണ്ടും അവിടുന്ന് ആ ശബ്ദം അവൻ്റെ കർണപുടത്തേക്ക് ഒഴുകിയെത്തി, കൂടെ ഒരു തേങ്ങലും. പാത്തു മോളെ, നീ കരയണോ? അവൻ്റെ ശബ്ദത്തിൽ ഒരേ സമയം ആകാംക്ഷയും വാത്സല്യവും നിറഞ്ഞു. ഇക്ക, എനിക്ക് നിങ്ങളെ ഈ സാധനം നഷ്ടപ്പെടുവാണിക്ക. അവൾ വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ ഇതെന്തൊക്കെയായി പറയുന്നത്? അവൻ സംശയത്തോടെ ചോദിച്ചു. നാളെ എൻ്റെ വിവാഹം, എൻ്റെ മാമിയുടെ മോനുമായിട്ട്. അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. അന്ന് കോളേജിൽ നടന്ന സംഭാവന ഫോട്ടോസായി ഇവിടെ എത്തിച്ചു. ഉപ്പയും ആങ്ങളമാരും എന്തൊക്കെ പറഞ്ഞിട്ട് സാറിനെ വിശ്വസിക്കുന്നില്ല. എതിർത്ത് എന്നെ റൂമിൽ പിടിച്ച് പൂട്ടി, ഫോണും പിടിച്ചു വാങ്ങി. ഇന്നിപ്പോൾ ഉമ്മ അറിയാതെ ഉമ്മയുടെ ഫോൺ അടിച്ചു മാറ്റിയതാ. അവൾ പറയുന്നതിനിടയ്ക്ക് തേങ്ങി കരയുന്നുണ്ടായിരുന്നു. ആ തേങ്ങൽ അശ്വിൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടത്. അയ്യേ, ഇതിനാണോ എൻ്റെ പാത്തും ഇങ്ങനെ കരയുന്നത്? ഇത്രയേ ഉള്ളൂ എൻ്റെ കാന്താരി. നീ ഒരു പേടിയും പേടിക്കണ്ട. ഈ അശ്വിൻ രാഘവ് ഉള്ളിടത്തോളം കാലം എൻ്റെ പാത്തുമ്മയുടെ ഇഷ്ടം നടക്കൂ. അശ്വിൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് പുറത്തിറങ്ങാൻ വല്ല വഴിയുണ്ടോ? കുറച്ച് നേരത്തെ മൗനത്തിന് ശേഷം അവൻ ചോദിച്ചു. റൂമിൽ ലോക്കായതിന് ദൂരെ, പക്ഷെ ഇന്ന് ഉമ്മയാണ് അതിൻ്റെ പേർക്ക് ഞാൻ അടിച്ചു മാറ്റി. അപ്പം മോള് രണ്ടും കൽപ്പിച്ചാണല്ലേ? അശ്വിൻ തമാശയോടെ ചോദിച്ചു. പിന്നല്ല, ഈ പാത്തുമാനവർക്ക് അറിയില്ല. അവളുടെ സങ്കടം ഒരു പുഞ്ചിരിക്ക് വഴിമാറുന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നു. എന്നാ ചാടിക്കോ, എൻ്റെ വണ്ടിയുടെ ലൈറ്റ് കാണുമ്പോൾ മാത്രം റോഡിലേക്ക് ഇറങ്ങിയാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഞാനിവിടുന്ന് ഇറങ്ങുവാ എന്ന് പറഞ്ഞ് അശ്വിൻ ഫോൺ വെച്ച്. പാത്ത് ആരും കാണാതെ ശബ്ദമുണ്ടാക്കാതെ പതിയെ പുറത്തിറങ്ങി അശ്വിന് വേണ്ടി കാത്തു നിന്നു. അശ്വിൻ റോഡിലെത്തി വണ്ടിയുടെ ലൈറ്റ് 2 പ്രാവശ്യം മിന്നിച്ചു. അത് കണ്ടതും പാത്ത് ഓടി വന്നു. മതിലിൽ അള്ളിപ്പിടിച്ച് കയറി അപ്പുറത്തേക്ക് ഒറ്റ ചാട്ടം. അവളുടെ കാട്ടിക്കൂട്ടൽ കണ്ട അശ്വിൻ മൂക്കത്ത് വിരൽ വെച്ചു. അല്ല പാത്തുമ്മ, അന്ന് നീ മതിലാടിയത് നേരെ വന്നാൽ പോരായിരുന്നോ? അവൻ സംശയത്തോടെ ചോദിച്ചു. ഒളിച്ചോട്ടല്ലേക്ക, അപ്പൊ ഒരു പഞ്ചിന് വേണ്ടി ചെയ്താ? അവൾ അവൻ്റെ പുറകിൽ കയറുന്നതിനിടെ പറഞ്ഞു. ബെസ്റ്റ്, പാവ സാർ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അവനൊരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു. ഒന്ന് പോയിക്ക, വിളിച്ചിറക്കിയത് അപമാനിക്കാനാണോ എന്ന് പറഞ്ഞു പാത്തു അശ്വിൻ്റെ തലയിലൊരു കിഴിക്കൊടുത്തു. അവനൊരു പുഞ്ചിരിയോടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വേഗത്തിൽ പോയി. അമ്പലത്തിൽ പോയി വന്ന് റൂമിലേക്ക് കയറിയപ്പോഴാണ് തൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന ശിവ കേട്ടത്. ഫോൺ എടുക്കാനായി അവൾ ഓടി. പാത്തു ആയാൽ മതിയായിരുന്നു എന്ന് അവൾ മനസ്സിൽ ആഗ്രഹിച്ചു. അവളെ കാണാതെ ഒന്നും മിണ്ടാതെ ഇനി തനിക്ക് പറ്റില്ല. അത്രത്തോളം താനിപ്പോൾ വേദനിക്കുന്നുണ്ട്.
ഫോണെടുത്ത് അശ്വിൻ്റെ പേര് കണ്ടതും സന്തോഷവും സങ്കടവും ഒരേ സമയം അവളിലൂടെ കടന്നുപോയി. വേറെ റെഡിയായിട്ട് ഇറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ അശ്വിൻ ഫോൺ വെച്ചു. ശിവ സംശയത്തോടെ ആ ഫോണിലേക്ക് നോക്കി നിന്നു. എങ്ങോട്ടിറങ്ങാൻ? ഏട്ടനെന്താ വട്ടായോ? അവൾ സംശയത്തോടെ ഓർത്തു. തിരിച്ചു വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. അവൾ റെഡിയായി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ബസ് സ്റ്റോപ്പിൽ തന്നെ കാത്തു നിൽക്കുന്ന ആളെ കണ്ട് ശിവ മിഴിച്ചു നോക്കി. നിൽക്കാതെ വേഗം വന്ന് കയറുവണേ, അശ്വിൻ ബൈക്കിന്റെ പുറകിലേക്ക് നോക്കി അവളോട് പറഞ്ഞു. ശിവ ചുറ്റൊന്ന് കണ്ണോടിച്ചു. രാവിലെ ആയതുകൊണ്ട് ആളുകളൊന്നും വല്ലാതെയില്ല, എങ്കിലും പരിചയമുള്ളവരുണ്ട്. അവൾ മടിച്ചു നിൽക്കുന്നുണ്ട്. അശ്വിൻ ദേഷ്യത്തോടെ നോക്കി. അത് കണ്ടത് ശിവ ഓടിച്ചെന്ന് വേഗം കയറി. ഒരകലം പാലിച്ചിരിക്കുന്നുണ്ട്. അശ്വിൻ്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ സ്പീഡിൽ വണ്ടി വിട്ടപ്പോൾ ശിവ പേടിച്ച് അവൻ ഇറുകെ പുണർന്നു. കാര്യം നടന്നു കണ്ടപ്പോൾ അശ്വിൻ ഒരു പുൻസിരിയോടെ വണ്ടി ഓടിച്ചു. കണ്ണാടിയിൽ അവളുടെ മുഖം ചുവന്ന് തുടുത്ത് കണ്ട് അവൻ പുറകിലേക്ക് നോക്കി. അവൾക്ക് കണ്ണുകളടച്ച് കാണിച്ചു. എങ്ങോട്ടാ പോകുന്നതെന്ന് ശിവ ഒരുപാട് തവണ ചോദിച്ചെങ്കിലും ഒരു സർപ്രൈസ് ഉണ്ടെന്ന് മാത്രമായിരുന്നു അവൻ്റെ മറുപടി. അവളെയും കൊണ്ട് അശ്വിൻ വരുന്നത് അച്ചായനൊരു വേദനയോടെ നോക്കി നിന്നു. സബ് രജിസ്ട്രാർ ഓഫീസിൽ വണ്ടി നിർത്തിയപ്പോൾ ശിവ സംശയത്തോടെ ചുറ്റും നോക്കി. എല്ലാവരുമുണ്ട്. കൂട്ടത്തിൽ ഒരു മണവാട്ടിയെ പോലെ നിൽക്കുന്ന പാത്തുവിനെ കണ്ടതും അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. രണ്ടാളും പരസ്പരം സ്നേഹിക്കുന്ന നോക്കി എല്ലാവരും പുഞ്ചിരിയോടെ നിന്നു. ശിവ അവളെയും മണവാളന്റെ വേഷത്തിൽ നിൽക്കുന്ന സാറിനെയും സംശയത്തോടെ നോക്കി. ഒക്കെ പിന്നെ പറയാം, ആദ്യം ചടങ്ങെടുക്കട്ടെ, അവളുടെ നോട്ടം കണ്ട അശ്വിൻ പറഞ്ഞു. അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞു. വരന്റെ കോളത്തിൽ സാറും വധുവിന്റെ കോളത്തിൽ പാത്തുവും സാക്ഷികളായി ആ സുഹൃത്തുക്കൾ ഒപ്പിട്ടു. വിവാഹം കഴിഞ്ഞ അശ്വിൻ പാത്തുവിന്റെ വലതുകരം പിടിച്ച് സാറിനെ ഏൽപ്പിച്ചു. പാത്തു ഒരു കണ്ണീരോടെ അശ്വിന്റെ മാറിൽ ചാഞ്ഞു. അവിടുന്ന് ഇറങ്ങുമ്പോഴാണ് പാത്തുവിന്റെ ഉപ്പയും ആങ്ങളമാരും ദേഷ്യത്തോടെ വന്ന്. ആദ്യം ദേഷ്യത്തിൽ വന്നെങ്കിലും സാറിന്റെ ശാന്തമായ പെരുമാറ്റവും അശ്വിനും കൂട്ടിനും സാറിന്റെ നിരപരാധിത്വം പറഞ്ഞു കേട്ടപ്പോഴും അവരും തണുത്തു. ഒടുവിൽ പാത്തുവിന്റെ ഉപ്പ തന്നെ അവളെ സാറിന് നിക്കാഹ് ചെയ്തു കൊടുത്തു. അങ്ങനെ നമ്മളെ പാത്തുമിനി ഷാൽ സാറിന് സ്വന്തം. ഭഗവാനെ, സാറിനെ കാത്തോളണേ. ശ്യാം പറയുന്ന കേട്ട് എല്ലാവരും ചിരിച്ചു. നിറഞ്ഞ മനസ്സോടെ തന്നെയാണ് സാറിൻ്റെ ഉമ്മ അവളെ കൈപ്പിടിച്ച് വീട്ടിലേക്ക് അയറ്റിയത്. സാറിന് ഉമ്മയൊരു അനിയനും അനിയത്തിയുമാണുള്ളത്. ഉപ്പ 2 വർഷം മുമ്പ് മരിച്ചു. അനിയനും അനിയത്തിയും പാത്തുമായി പെട്ടെന്ന് കൂട്ടായി. അവരെല്ലാവരും വൈകുന്നേരം വരെ അവരോടൊപ്പം തങ്ങി. അശ്വിൻ്റെയും കൂട്ടരുടെയും വക തന്നെയായിരുന്നു മണിയറ ഒരിക്കലും. വൈകുന്നേരം അവർ യാത്ര പറഞ്ഞു പോയപ്പോൾ പാത്തുവിൻ്റെ കണ്ണിൽ നനവ് പടർന്നു. സാർ അവളെ ഒരു കരം കൊണ്ട് ചേർത്ത് പിടിച്ചപ്പോൾ അവളൊരു പുഞ്ചിരിയോടെ ആ തോളിൽ തലചായ്ച്ചു. രാത്രി ഒരു ഗ്ലാസ് പാലും കയ്യിൽ കൊടുത്ത് ഉമ്മ അവളെ റൂമിലേക്ക് വിട്ടു. ആ റൂമിലെത്തിയതും അതുവരെ ഇല്ലാത്തൊരു ഭയം അവൾ വന്ന് പൊതിഞ്ഞു. അവൾ അടിമുടി വിറക്കാൻ തുടങ്ങി. ഒരു പുഞ്ചിരിയോടെ തൻ്റെ അടുത്തേക്ക് വരുന്ന സാറിൻ്റെ നോട്ടം നേരിടാനാവാതെ തൻ്റെ മുമ്പിൽ പേടിയോടെ നിൽക്കുന്ന പാത്തുവിനെ കണ്ട് ഷാവുൽ സാറിന് ചിരി വന്നു. നീയല്ലേ പറഞ്ഞത് എനിക്ക് റൊമാൻസ് അറിയില്ല, ഞാൻ ഏതോ കാട്ടുപോത്താണെന്നൊക്കെ. അപ്പോൾ മോൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ സാറിൻ്റെ റൊമാൻസ്. സാർ അവൾ നോക്കിയൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാ. പാത്തു വിക്കി വിക്കി പറഞ്ഞു. എന്നാലും എൻ്റെ പാത്തുമ്മ, ഇത്ര ധൈര്യം നിനക്കുള്ളൂ? നീയാണോ സകല കുട്ടികളെ അവഗണിച്ച ആൻവിയെ പഞ്ഞിക്കിട്ടത്? സാറ് മൂക്കത്ത് വിരൽ വെച്ച് പുഞ്ചിരിയോടെ പറഞ്ഞു. അവൾ സാറിനെ നോക്കി ഒരു അവിഞ്ഞ ചിരിയിരിച്ചു. തൽക്കാലം നീ ഇങ്ങനെ പേടിക്കണ്ട. ഈ വിവാഹം നമ്മൾ രണ്ടുപേരും ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചല്ലോ. രണ്ടാളും ഇതിനോട് പൊരുത്തപ്പെടാൻ സമയമെടുക്കും. അതിലുപരി നിന്റെ ഡിഗ്രിയെങ്കിലും പൂർത്തിയാക്കിയിട്ട് മതി ഒരു കുടുംബജീവിതം എന്നാ എൻ്റെ തീരുമാനം. സാറ് അവളെ നോക്കിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അതുകൊണ്ട് നിന്ന് വിയർക്കാതെ മോൾ കിടക്കാൻ നോക്ക്, നാളെ കോളേജുള്ളതാ. അങ്ങേര് പറയുന്നതായിട്ട് പാത്തു വായും പൊളിച്ച് നിന്നു. നശിപ്പിച്ചു. ഞാനൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി പേടി അഭിനയിച്ചല്ലേ, അതിപ്പോൾ എനിക്ക് തന്നെ പാരയാലോ റബ്ബ്. അവൾ നിരാശയോടെ ഓർത്തു. എന്നതിനെ വീഴ്ച നോക്കുന്നു, കിടക്കുന്നില്ലേ? രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കണം, ഞാൻ വിളിക്കാം. ഇപ്പം നീ കിടന്നോ, എനിക്ക് കുറച്ച് പണിയുണ്ട് എന്നും പറഞ്ഞ് സാറ് ടേബിളിൽ നിന്ന് ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി. ബെസ്റ്റ്, നിനക്ക് ഇത് തന്നെ കിട്ടണേടി പാത്തുമ്മ. രാവിലെ 9 മണിക്കുള്ള കോളേജിലേക്ക് പോകാൻ 8 മണിക്ക് എഴുന്നേൽക്കണമെന്ന് ആലോചിക്കാറ് പോലും. ഇത് പെരിതിയിലേക്ക് എടുത്തിയാടിയ പോലെ ആയല്ലോ റബ്ബേ. പാത്തു നിരാശയോടെ ബെഡിലേക്ക് ഇരുന്നു. രാവിലെ ശിവ കോളേജിലെത്തുമ്പോൾ ചീനിമരച്ചൂട്ടിൽ നിൽക്കുന്ന 4 ഫൈറ്റേഴ്സിനെ അവൾ ദൂരെ നിന്ന് തന്നെ കണ്ടു. അവളൊരു പുഞ്ചിരിയോടെ അവർക്കരികിലേക്ക് നടന്നു. അവളെ കണ്ടതും അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു. എത്ര ദിവസമായടാ നമ്മുടെ പാത്തു നമ്മൾക്കൊപ്പം ഇങ്ങനെ കൂടിയിട്ട്, വല്ലാണ്ട് മിസ് ചെയ്യുന്ന അവളെ. കാർത്തി നിരാശയോടെ പറഞ്ഞു. ശരിയാ, ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഒരാഴ്ച അവളെ പ്രതീക്ഷിക്കേണ്ട. അച്ചായനും നിരാശയോടെ പറഞ്ഞു. എന്നും പറഞ്ഞ അവിടെ ഇരുന്നോ, നോക്കിയേ ആരാ വരുന്നെന്ന്. ശ്യാം ചൂണ്ടിയ ഭാഗത്തേക്ക് എല്ലാവരും നോക്കി.
പാത്തുകൊണ്ട് ചുണ്ടിലൊരു മൂളിപ്പാട്ടും പാടി ചാടിത്തുള്ളി വരുന്നു. ദൈവമേ, സാറിന് വല്ലതും ചെയ്താവോ? കാർത്തി അവൾ വരുന്ന നോക്കി പറഞ്ഞു. ഇതെന്താ പാത്തുമ്മ, സാറ് നിന്നെ പിടിച്ച് പുറത്താക്കിയോ? ശ്യാമ അവൾ നോക്കി ചോദിച്ചു. ഒരൊറ്റെണ്ണം മിണ്ടരുത്, അവൾ മൂക്കിൽ വിരൽ വെച്ച് പറയുന്നുണ്ട്. എല്ലാവരും അവളെ സംശയത്തോടെ നോക്കി. ഇതിലും വേഗം നിങ്ങൾക്കെന്നെ പിടിച്ച് വല്ല ജയിലിൽ ഇടായിരുന്നു, പാത്തു സങ്കടം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾക്കറിയോ, വെളുപ്പിന് 4 മണിക്ക് എണീറ്റാ ഞാൻ. എന്നിട്ട് ഇരുത്തി പഠിപ്പിക്കലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാ 4 മണിയൊക്കെ കാണുന്നത്. അവൾ പറയുന്നത് കേട്ടിട്ട് അവർ 5 പേരും ചിരി കടിച്ചു പിടിച്ച് നിന്നു. മുഖം വീർപ്പിച്ച് അവൾ അവരെ നോക്കി. നിനക്ക് ഇത് തന്നെ വേണടി, ഈ കാന്താരി പാത്തുവിനെ മരിക്കാനേ സാറിനെ കൊണ്ടേ പറ്റൂ, കാർത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ടേക്ക് ഇവർ പറയുന്നത്. പാത്തു പരിഭവത്തോടെ അശ്വിനെ നോക്കി. ഡാ, ആരെന്റെ പാത്തുവിനെ പറയുന്നത്? പോവാൻ പറ, എന്താ പെങ്ങൾ നല്ല കുട്ടിയാ? അശ്വിൻ അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. ഓ പിന്നെ, നല്ല കുട്ടി, അടക്കമൊതുക്കൊക്കെ എൻ്റെ മകളെ കണ്ട് പഠിക്കണം എന്ന് പറഞ്ഞ് കാർത്തി ശിവയുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. ശിവ അപ്പോഴേക്കും കണ്ണിൽ വെള്ളം നിറച്ച്. ആകെ ഒരു കുഴപ്പമേ ഉള്ളൂ, ഈ കണ്ണീർ ഫാക്ടറി. ഇത് എപ്പോൾ എവിടെ എങ്ങനെ വരുന്ന നോ ഐഡിയ, കാർത്തി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ ഈ കണ്ണീര് കണ്ട് പലരും വീണിട്ടുണ്ട്, കാർത്തി ഒന്ന് ആക്കി പറഞ്ഞു. നിങ്ങൾ വരുന്നുണ്ടോ? പുറകിൽ നിന്ന് ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് അവരെല്ലാവരും പുറകിലേക്ക് നോക്കി. ശ്യാമുണ്ട് കലിപ്പിൽ നിൽക്കുന്നു. എങ്ങോട്ട്? അച്ചായൻ സംശയത്തോട് ചോദിച്ചു. ക്യാൻറ്റീനിലേക്ക്, എനിക്ക് വിശക്കണു. ഇന്ന് അമ്മ ആകെ 2 കുറ്റി പുട്ടും 4 പഴയ തന്നിട്ടുള്ളൂ, ശ്യാം നിരാശയോടെ പറഞ്ഞു. ഓഹ്, തിന്നാ മാത്രമായിട്ടൊരു ജന്മം, കാർത്തി അവനെ നോക്കി പറഞ്ഞു. അന്നത്തെ ദിവസം മുഴുവൻ അവർ പുറത്ത് കറങ്ങി നടന്നു. ഉച്ചയ്ക്ക് ഇലക്ഷൻ ജയിച്ച വകയിൽ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡും കഴിച്ചു. വൈകിട്ട് കോളേജ് വിട്ട് ബസ് ഇറങ്ങിയപ്പോൾ തന്നെ ശിവക്ക് കൂട്ടായി മഴയും എത്തി. പാടവരമ്പത്തിലൂടെ ശിവ വേഗം വീട്ടിലേക്ക് നടന്നു. മുറ്റത്തെത്തിയപ്പോൾ ഉമ്മർത്ത് തന്നെ നോക്കി നിൽക്കുന്ന ആളെ കണ്ട് ശിവക്ക് ഒരേ സമയം അത്ഭുതവും പുഞ്ചിരിയും വന്നു. ഇതെന്തൊരു മുന്നറിയിപ്പില്ലാതെ അടുത്ത ആഴ്ച വരുന്നല്ലേ പറഞ്ഞ്? ശിവ ചേച്ചി ഇറുകിയപ്പോഴെന്നോട് ചോദിച്ചു. മുൻകൂട്ടി പറഞ്ഞു വന്ന എൻ്റെ പാറൂട്ടിയുടെ മുഖത്ത് വിരിയുന്ന ഈ ഭാവങ്ങൾ എനിക്ക് കാണാൻ പറ്റുമോ? ചേച്ചി അവളുടെ താടിയിൽ പിടിച്ച് ചോദിച്ചു. ഇതിപ്പോൾ എൻ്റെ തൊട്ടാവാടി പാറു തന്നെയാണോ? ആകെ ഒരു മാറ്റം, ലക്ഷ്മി അവൾ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. ആകെ ഒരു അശ്വിന്മയമുണ്ട് കേട്ടോ, ലക്ഷ്മി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോവാൻ ചേച്ചി, ചുമ്മാ മനുഷ്യനെ കളിയാക്കുക, ശിവ പരിഭവം നടിച്ച് പറഞ്ഞു. ഞാൻ കളിയാക്കിയതല്ലടി, സത്യം പറഞ്ഞ എൻ്റെ പാറൂട്ടിയുടെ ചെറിയ മാറ്റം പോലും എനിക്കറിയാൻ പറ്റുന്നല്ലേ. ഇതിപ്പോൾ മൊത്തത്തിലൊരു മാറ്റം. ആട്ടെ, നിന്റെ സഖാവ് എന്ന് പറയുന്നു ആളെന്നാ ഞാനൊന്ന് കാണുന്നത്, ലക്ഷ്മി അവൾ ഇരുതോളും കൈയിട്ട് പറഞ്ഞു. അതൊക്കെ ചേച്ചിക്ക് എപ്പോൾ കാണുന്നത് പറഞ്ഞാൽ മതി, ആ ചേട്ടനെങ്കിൽ പറഞ്ഞെത്തില്ലേ. ചേച്ചി ഇപ്പോൾ ചേച്ചിയുടെ വിശേഷം പറ, ശിവ ചേച്ചിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു ചെറിയ വിശേഷമുണ്ട്, വാ പറയാം. ആദ്യം നീ മുഖം കഴുകി വല്ലതും കഴിക്ക്. ലക്ഷ്മി അവളെയും പിടിച്ച് നേരെ അടുക്കളയിലേക്ക് പോയി. അവിടെ ഒരു ഉരുളിൽ നിറയെ ഉണ്ണിയപ്പം ഇരിക്കുന്നുണ്ട്. ശിവ കൊതിയോടെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചു. ഒന്ന് പതുക്കെ കഴിക്കടി, ഇതൊന്നും ആരും എടുത്തുകൊണ്ട് പോയില്ല, ലക്ഷ്മി അവളെ കളിയാക്കി പറഞ്ഞു. എന്ത് ചേച്ചി, നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ മുത്തശ്ശി തമ്പുരാട്ടിക്ക് നമ്മളെയൊന്നും ഒരു വിലയുമില്ല. ഈ വക സാധനം കഴിക്കണമെങ്കിലേ ചേച്ചി വരണം, എന്നാലും മുത്തശ്ശി ഇതൊക്കെ ഉണ്ടാക്കൂ, അവൾ മുത്തശ്ശിയെ നോക്കി കെറിവിച്ച് പറഞ്ഞു. എൻ്റെ പാറുവിന് എപ്പോൾ വേണേലും എന്ത് വേണേലും കഴിക്കാം. അതുപോലെയാണോ ലക്ഷ്മി മോള്? അവൾക്ക് ഇവിടെ വന്നാലേ നല്ല ആഹാരം കിട്ടുന്നത്, മുത്തശ്ശി ശിവയുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അതെനിക്ക് അറിയാനും എൻ്റെ മുത്തശ്ശിക്കുട്ടി, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, ശിവ മുത്തശ്ശിയുടെ ഇരുകവളിലും പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഡീ കാവലിന്ന് വിടറി, ഈടായിട്ട് പെണ്ണിനിച്ചിരി കുറുമ്പ് കൂടുന്നുണ്ട്. ചേച്ചിയുടെ കെട്ടുകഴിഞ്ഞാൽ പിന്നെ നിന്റെ ഊഴ കുട്ടിക്കളിയൊക്കെ മാറ്റാനായിട്ടോ, മുത്തശ്ശി ഒരു ശാസനയോടെ പറഞ്ഞു. അതിന് എൻ്റെ ചേച്ചിയുടെ കെട്ടുകഴിയുണ്ട്, എന്നിട്ട് മാറ്റാനില്ല, അവൾ ലക്ഷ്മിയെ നോക്കി പറഞ്ഞു. അതിപ്പോൾ ഏകദേശം ഉറച്ച മട്ടായില്ലേ, ഇനി അടുത്ത ഊഴ നിന്റെയാ, മുത്തശ്ശി അവളെ നോക്കി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ഉറച്ചെന്നോ? ഇതിന് ഞാനറിഞ്ഞില്ലല്ലോ, ശിവ ഇരുന്നിടത്ത് ചാടി എഴുന്നേറ്റ് പറഞ്ഞു. അതൊക്കെ നീ നിന്റെ ചേച്ചിയോട് വിശദമായിട്ട് ചോദിച്ചു, അവള് പറഞ്ഞു തരും, ജഗ്ഗിലെ ചായ 2 ഗ്ലാസ്സിലേക്ക് പകരുന്നതിനിടെ മുത്തശ്ശി പറഞ്ഞു. ശിവ ചേച്ചിയെ സൂക്ഷിച്ച് നോക്കി. ഈ പറയുന്ന കേട്ട് നാണത്തോടെ ഇരിക്കുകയാണ് അവൾ. ചേച്ചിക്കുട്ടി, സംഭവം എന്താ, കാര്യം പറ, ശിവ ആകാംക്ഷയോടെ ചോദിച്ചു. എൻ്റെ റൂംമേറ്റ് ആരതിയില്ലേ, അവിടെ ഒരു ചേട്ടനുണ്ട് അവിനാഷ്, ബാംഗ്ലൂരിൽ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യാം. ഒരിക്കൽ അവൾ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എന്നെ കണ്ട് ഇഷ്ടമായെന്ന്, പിന്നീട് അമ്മയും വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇന്നിവിടെ വന്നിരുന്നു അച്ഛനോട് ചോദിക്കാം, നിശ്ചയം നടത്താനുള്ള നല്ലൊരു ഡേറ്റും കണ്ടാ പോയത്, ചേച്ചി നാണത്തോടെ പറഞ്ഞൊപ്പിച്ചു. അമ്പടി ചേച്ചി കള്ളി, എന്നിട്ട് ഇപ്പോഴാണ് എന്നോട് പറയുന്നത്, അവൾ പരിഭവത്തോടെ പറഞ്ഞു. നിന്നോട് നേരിട്ട് പറയാമെന്ന് വെച്ചിട്ടാടി, ചേച്ചി അവളുടെ താടിയിൽ പിടിച്ച് പറഞ്ഞു. സാറില്ല, എനിക്കൊരു ഏട്ടൻ വരാൻ പോയില്ലേ, അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ, ശിവ സന്തോഷത്തോടെ പറഞ്ഞു. ലക്ഷ്മി അവളെ ചേർത്ത് പിടിച്ച് നെറുകയിലൊരു ഉമ്മ നൽകി. തൻ്റെ 2 മക്കളുടെയും സ്നേഹപ്രകടനം കണ്ട് ശിവൻ നിറകണ്ണുകളോടെ
പാർവതിയുടെ മാലയിട്ട ഫോട്ടോയിലേക്ക് നോക്കി. ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞുപോയി. ഇന്ന് ശിവയുടെ ചേച്ചി ലക്ഷ്മിപ്രിയയുടെയും അവിനാശിൻ്റെയും വിവാഹ നിശ്ചയമാണ്. അധികം ആളുകളില്ലാതെ ലളിതമായൊരു ചടങ്ങ്. ശിവയുടെ സുഹൃത്തുക്കൾ തലേദിവസം മുതൽ അവിടെ സജീവമാണ്. ആൺമക്കളില്ലാത്തതിൻ്റെ ഒരു കുറവ് അറിയിക്കാതെ ആ 4 പേര് ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ശിവന്റെ ഉള്ളം നിറഞ്ഞു. അശ്വിൻ രാവിലെ മുതൽ തിരക്കിട്ട പണിയിലാണ്. തൻ്റെ ഒരേ ഒരു പെങ്ങളെ അകറ്റി നിർത്തി ഒരു നിശ്ചയം വേണ്ട എന്ന ശിവന്റെ തീരുമാനത്തിന് എല്ലാവരും യോജിച്ചു. അതുകൊണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്. അനിമോൾ ശിവയുടെയും ചേച്ചിയുടെയും കൂടെ കൂടി. മനു അശ്വിനെ കണ്ട് പേടിയോടെ ഒഴിഞ്ഞു മാറി നടന്നു. അശ്വിന് അവനെ കണ്ട് രക്തം തിളക്കുന്നുണ്ടെങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു. ഓപ്പോൾ അശ്വിനെ കണ്ടപ്പോൾ പേടിയോടെ മുഖത്ത് കൈവച്ചു. അശ്വിൻ അതൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം ജോലിയിൽ ഏർപ്പെട്ടു. അച്ചായനും കാർത്തിയും ശ്യാമും കൂടെയുണ്ട്. ടേബിൾ ക്ലീൻ ചെയ്ത് അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് തനിക്കെതിരെ വരുന്ന ശിവയെ അശ്വിൻ കണ്ടത്. സാരിയിൽ അതിമനോഹരമായി തോന്നി അവൾ. അവൻ സ്വയം മറന്ന് അവൾ നോക്കി നിന്നു. അത്രയ്ക്ക് സുന്ദരിയായിട്ടുണ്ട് അവൾ. തന്നെ നോക്കി നിൽക്കുന്ന അശ്വിനരികിലേക്ക് ഒരു പുൻസിരിയോടെ ശിവയെത്തി. അവളെ തന്നെ നോക്കി നിൽക്കുന്ന അശ്വിൻ പെട്ടെന്ന് അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അടുത്ത റൂമിലേക്ക് കൊണ്ടുപോയി. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ശിവയാകെ അമ്പരന്നിട്ടുണ്ട്. ആരെങ്കിലും കാണുമെന്ന് പറഞ്ഞവൾ കുതറി മാറാൻ ശ്രമിക്കും തോറും അവൻ്റെ കരുത്തുറ്റ കൈകൾ അവളെ വലിഞ്ഞു മുറുക്കി. പേടിയോടെ ചുറ്റും കണ്ണോടിക്കുന്ന തൻ്റെ പ്രണയത്തെ അശ്വിൻ സ്നേഹത്തോടെ നോക്കി. അവളുടെ നെറുകയിൽ അവൻ്റെ ചുണ്ടുകൾ അമർന്നപ്പോൾ ശിവയുടെ ഉള്ളിലും ഒരു തരിപ്പ് അനുഭവപ്പെട്ടു. അവളും ഇരുകൈ കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. അശ്വിൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ നിന്നും കൂമ്പി അടഞ്ഞ ഇരുമിഴികളിലേക്കും വഴിമാറി. അവൻ അവളുടെ മിഴികളിൽ മാറി മാറി ചുംബിച്ചു. അവളുടെ താമരയിതളുകൾ പോലെയുള്ള വിറയാർന്ന അതിരം അവൻ സ്വന്തമാക്കിയതും ശിവ ഒന്നുകൂടി അവനോട് ചേർന്ന് നിന്നു. പരസ്പരം മറന്നുള്ള സ്നേഹപ്രകടനം. ശിവ! ഒരലർച്ചയാണ് പരസ്പരം മറന്നുള്ള അവരുടെ നിൽപ്പിനെ ബോധമണ്ഡലത്തിലേക്ക് എത്തിച്ച്. അവർ രണ്ടാളും പെട്ടെന്ന് വേർപെട്ടു. തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ട് ശിവാശ്വിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.